ഹായ് ഫ്രണ്ട്സ് കേട്ടോ ഹീറോയ്ക്ക് വയ്ക്കുന്ന ഉമ്മുകളും ബാക്കി വെക്കുമ്പോൾ ഇത് വീമത് തൂങ്ങുക അങ്ങനെ വീണ്ടും ആക്കിയത് എനിക്ക് പ്രാന്ത് പിടിച്ചു വീമത് തൂങ്ങുക എല്ലാ ചടങ്ങ് നടക്കുകയായിരുന്നു ഹീറോ വീ സൈലൻ്റായിട്ട് സ്മൈൽ ചെയ്ത് മതി ചെയ്ത് മാരേജ് എല്ലാം ചടങ്ങായിരുന്നു റിങ് ഇട്ടായിരുന്നു റിങ് അങ്ങനെയായിട്ട് ആരെടുക്കുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹീറോ കൈ ഇട്ടായിരുന്നു എനിക്ക് എന്ത് പറ്റി ഹീറോ സൈലൻ്റായിട്ടായിരുന്നു വീൻ്റെ കൈ ടച്ച് ഹീറോയിൻ്റെ കൈ ടച്ചായിരുന്നു റിങ് രണ്ടാളും പിടിച്ചായിരുന്നു ഹീറോ കൈ എടുത്തായിരുന്നു വീ കിട്ടിയ റിങ് ഹീറോയ്ക്ക് എനിക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞ ഹീറോ റിയാക്ഷനായിരുന്നു അങ്ങനെ റൂമിൽ പോകുന്ന മുമ്പ് ബേബി വന്ന് കയ്യേറി വന്ന് ഹാക്ക് ചെയ്ത് തന്നു അപ്പം ഹീറോയി കൺഫേം ആയി അപ്പോൾ ഈ കൂടെയാണ് മാരേജ് അത് എന്നായിരുന്നു ഹീറോയ്ക്ക് ഒരു മാതൃകയായിരുന്നു പാവം അങ്ങനെയായിട്ട് ഹീറോ ബേബി കയ്യേറിക്ക് ഇതാക്കിയാണ് ഇല്ല മോം ഞാൻ ഇപ്പോൾ ബാത്റൂം പോയിട്ട് വരാം ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അയ്യോ വീ കൂടെ മാരേജ് അതാ എന്ന് പറഞ്ഞു അങ്ങനെ കയ്യേറി റൂമിൽ പോകുന്നു പറഞ്ഞ് ഹീറോയെ ഹക്ക് ചെയ്ത് കിസ് ചെയ്ത് അവിടെ പോയ റൂമിൽ പോയായിരുന്നു ഹീറോയി പിങ്ക് സാരി ഇട്ടിട്ട് വൈറ്റ് ഡ്രസ്സ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഹീറോയി വന്ന് റൂം പാള് വെച്ചായിരുന്നു പിന്നെ കുറച്ച് സംസാരിക്കായിരുന്നു ഇപ്പോൾ ഒന്നും വേണ്ട അത് കുറച്ച് പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറയായിരുന്നു ഹീറോയി ഉറങ്ങായിരുന്നു ഓ കൂടെ വേറെ ചായ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് കൂടെ കുറച്ച് ചാൻസ് ചെയ്തത് പറയായിരുന്നു നീ കോളേജ് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് നീ ഇവിടെ പഠിച്ചിട്ടായിട്ട് പോവാ എന്ന് പറയായിരുന്നു അതിനായിട്ട് ഹീറോയിൻ മമ്മിയുടെ പറയായിരുന്നു പറയായിരുന്നു ഇവളിവിടെ പഠിച്ചിട്ടായിട്ട് എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നെ പറയായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്നായിരുന്നു അങ്ങനായിട്ട് ഒയ്യേരി പറയണം ഡാഡി അത് എന്ന് പറയുന്നു ഒയ്യേരി ശരി ഓക്കെ എന്ന് പറഞ്ഞത് അങ്ങനെ അവർക്കൂടെ വരുന്നു പിന്നെ കൊറിയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് ഹീറോ എയർപോർട്ട് പോയായിരുന്നു പിന്നെ ഹീറോ ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ തുടങ്ങിയായിരുന്നു ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോ കൂടെ സംസാരിക്കുക ഹീറോയിൽ കൂടെ കുറച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയായിരുന്നു ഇപ്പോൾ 1 മന്ത് ലീവ് എന്തോ കിട്ടിയായിരുന്നു ഇപ്പോൾ ഹീറോ തേർഡ് ഇയർക്ക് എത്തിയായിരുന്നു ഹീറോ ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു അതേ തേർഡൊക്കെ എത്തി അവിടെയുള്ള ഹീറോ ഞാൻ വരുന്നുണ്ട് ബേബി എന്ന് പറഞ്ഞ് ഹീറോ കോൾ ചെയ്ത് പറയായിരുന്നു ശരി മമ്മി വാ എന്ന് പറയായിരുന്നു അങ്ങനെയായിട്ട് ഹീറോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നിട്ട് കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റ് ഹീറോയുടെ ചേട്ടൻ ഞാൻ കുറച്ച് വരുന്നു പറഞ്ഞ് അവരിൽ വന്നായിരുന്നു അവിടെ അവിടെ ഹോട്ടൽ താമസിക്കായിരുന്നു അങ്ങനെയായിട്ട് എനിക്ക് ലീവ് കിട്ടിയ പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് അവിടെ ഹോട്ടൽ താമസിക്കായിരുന്നു അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു പോകും പറയായിരുന്നു ഉയരി പറയായിരുന്നു അത് കേട്ട് അർജുൻ ശരി ഓക്കെ എന്ന് പറയായിരുന്നു വേണ്ട അവിടെ ഹോസ്റ്റലിൽ താമസിക്കുക വേണ്ട അതെ പിന്നെ പാറമ്മനോ അതാരുമല്ല വീണ്ടും മമ്മി ഡാഡി പറയുന്നു നിങ്ങൾ വന്നോ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ താമസിക്കുകയെന്ന് പറയുന്നത് ശരി ഓക്കെ അവർ കൂട്ടെ സംസാരിക്കുകയാണ് ഹീറോയി വന്നായി ഉള്ളടിച്ചായിരുന്നു തുറന്നായിരുന്നു വി പറഞ്ഞാൽ കുളിക്കാൻ പോയായിരുന്നു ഹീറോ ഒയ്യാരി തുറന്നായിരുന്നു മമ്മി ബേബി എന്ന് ഹാക്ക് ചെയ്ത് കീസ് അടിച്ചായിരുന്നു അങ്ങനെ ബേബി ഡാഡിയുടെ റൂമിലുണ്ടെന്ന് പറയുന്നു കുളിച്ചിട്ട് വന്നായിരുന്നു കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഗേൾ വന്ന് ഹീറോയിനെ ഒയ്യാരിനെ കൊഞ്ചായിരുന്നു ആരാ അത് കേൾക്കാറുണ്ട് ഹീറോ തിരിഞ്ഞ് നോക്കുക ആയിരുന്നു വീക്ക് ഷോക്കായിരുന്നു ഇവളെവിടെ വന്നാ കേൾക്കാൻ എന്താ അത് നടന്ന കാര്യം പറയായിരുന്നു അങ്ങനെയാണ് 1 മന്ത് ലീവ് അത് ശരി ഓക്കെ എന്നാൽ പറയുന്നു ഹീറോയോടെ കുറിച്ച് കുറച്ച് സംസാരിക്കും പറയുന്നത് ജോലിയുണ്ട് അത് പോകാറുണ്ട് ഒയ്യാരി കൂടെ ഹീറോ ജോലി ചെയ്തിരിക്കും അത് മാത്രമല്ല ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ കുറച്ച് നാൾ ഇവിടെ അത് മാത്രം ഫ്രണ്ടിൽ കൂടെ പോവാം അങ്ങനെ വീട്ടിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയായിട്ട് പറഞ്ഞ് ഇങ്ങനെയായിട്ട് എനിക്ക് പോകണം നാളെ കുറച്ച് നാളുണ്ട് അങ്ങനെ ഹീറോ ബായ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വന്നായിരുന്നു ഹീറോ ഒയ്യാർക്ക് ഒരുപാട് സാഡായിരുന്നു ഡാഡി അത് എന്ന് പറയുന്നത് ഇല്ലേ ബേബി അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുക അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സോടെ ഇതാക്കിയായിരുന്നു അങ്ങനെ ഷൂട്ടിങ് അത് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു ഒയ്യാരി പറഞ്ഞു ഡാഡിക്ക് ലീവ് കിട്ടിയില്ലേ നമുക്ക് പോവാം മമ്മീനെ കാണാം എന്ന് പറയുന്നു ഇപ്പോൾ ഷൂട്ടിങ് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലീവ് കിട്ടിയിട്ടുണ്ട് ശരി ഡാഡി ബാക്കി ഞാൻ ഓൺലൈനിൽ നോക്കാം ലാസ്റ്റ് ഞങ്ങൾക്ക് പോകണോ മമ്മീനെ കാണണോ എന്നെ ഒയ്യാരി വാശി പിടിക്കാം ശരി ഓക്കെ എന്ന് വന്നായിരുന്നു അങ്ങനെ ഇന്ത്യക്ക് വന്നായിരുന്നു വീഡിയോസ് മെമ്പേഴ്സ് 6 മെമ്പേഴ്സ് വീഡിയോക്ക് വന്നായിരുന്നു അവർ എല്ലാവരും 7 പേരും ഇന്ത്യക്ക് വന്നു ബേബി ഒയ്യരി ഉണ്ട് അങ്ങനെയായിട്ട് അവർ വന്നായിരുന്നു വ്യത്യാസം പറയും എല്ലാവരും പറയായിരുന്നു ഇപ്പോൾ ഹീറോയുടെ ഡാഡി മമ്മി പറയുന്നത് ഇവിടെ വലിയ വീടാണ് ഈ വീട്ടിലാണ് താമസിച്ചതെന്ന് പറയായിരുന്നു 7 പേർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു അതുകൊണ്ട് ഹീറോയ്ക്ക് ഒയ്യാരിക്കൂടെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൾ ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞ് ഹീറോയുടെ മമ്മി ഡാഡി ഹക്ക് ചെയ്തതാണ് ശരി ബേബി എന്ന് പറയായിരുന്നു അവരെല്ലാം ഹീറോയ്ക്കൂടെ ഇരുന്നായിരുന്നു അങ്ങനെയായിട്ട് പറയുന്നു റൂം അത് ഹീറോയുടെ റൂം പറയായിരുന്നു അങ്ങനെ ഒയ്യാരി പറഞ്ഞു മമ്മി റൂം എന്ന് പറയായിരുന്നു അങ്ങനെയായിട്ട് വലിയ റൂം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറയുന്നു വലിയ റൂമിലാണ് താമസിക്കുന്നത് അങ്ങനെ വലിയ റൂം കൊടുത്തായിരുന്നു ഹീറോയിൻ്റെ റൂം പറഞ്ഞാൽ അത്ര ഇതല്ല പിന്നെ റൂമാണ് വലിയ റൂമിലാണ് റൂമിലാണ് താമസിക്കുന്നത് അങ്ങനെ പറയുന്നത് ഈ റൂമൊക്കെ ഹീറോയിൻ മമ്മി പറയുന്നുണ്ടായി ശരി ഇടി അത് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ഇങ്ങനെ കോളേജ് ഇളക്കിയിട്ട് ഹീറോയി വരായിരുന്നു എന്നിട്ട് ഹാഫ് സാരി എടുത്തിട്ടാണ് വരുന്നത് അത് മാത്രമല്ല ഹീറോയി പറയായിരുന്നു
ഓ ഈ കോളേജിൽ എന്തൊരു ഡാൻസ് എന്ന് പറയാം, പാട്ട് ഡാൻസ് ആയിരുന്നു. സാരി എടുത്തിട്ട് ട്രെയിൻ ഇങ്ങനെയായിട്ട് ഹീറോ ടെൻഷനിൽ പറയായിരുന്നു, സാരി എടുത്തിട്ടായിരുന്നു. ആ ഈ ഡാൻസിൽ ഭയങ്കര ഓവറാണ് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഹീറോ ഡാൻസ് പഠിപ്പിക്കണം. അയ്യോ എന്തൊരു പറയുന്നത്, ഹീറോ ടെൻഷനിൽ വരായിരുന്നു. അങ്ങനെയായിട്ട് സാരി എടുത്തിട്ടാണ് വന്നത് ട്രെയിൻ. പിന്നെ വേറെ പ്ലേസ് ഹീറോ പോയിട്ട് വന്നത് അങ്ങനെയായിട്ട് വരായിരുന്നു. പിന്നെ മുകളിൽ ഇരുന്നിട്ട് ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ഹീറോയിൻ വരായിരുന്നു. അത് മാത്രമല്ല ഹീറോയുടെ ഫ്രണ്ട്സ് 3 പേര് നടന്നുകൊണ്ട് വരായിരുന്നു. അങ്ങനെ ദൂരത്തിൽ കാണാൻ വന്ന് അങ്ങനെ ബൈക്ക് വന്നായിരുന്നു, സ്റ്റോപ്പായി ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് അങ്ങനെ ബൈക്കിൽ ഇറങ്ങിയിട്ട് 3 ബോയ്സ് ഹീറോയുടെ അടുത്ത് ഒരു വെക്കൽ വന്നു. ഹീറോയി പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി വന്നത്. ഹീറോയി പറഞ്ഞു ഹോസ്റ്റലിൽ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഹീറോയി ജീൻസ് ടോപ്പ് ഇട്ട് ഡാൻസ് ആയിരുന്നു. ഇപ്പോൾ സാരി എടുത്ത് വന്നതായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ആയ കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ആ ചെക്കനെ ഹീറോയും മലവരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞേക്കാ ചേ പോയി മാറിടാ എന്ന് പറയുന്നത്. എന്നാൽ ശരി കൈ പിടിച്ചേ. ഹീറോയ്ക്ക് ടെൻഷനായി പളന്നൊരു ഇട്ടി കൊടുത്തായിരുന്നു. ഈ ഷാക്കായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ടെൻഷന് പോയി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ കുറച്ച് അങ്ങനെയായിട്ട് വന്നാൽ ഷാക്കായിരുന്നു. ഇങ്ങനെ ഗേറ്റിനകത്ത് പോകാൻ നോക്കിയായിരുന്നു. ഹീറോയിനെ കൈ പിടിച്ചായിരുന്നു. ഒരു കുടു ഓടി വന്ന ഹീറോയിനെ ഹാക്കിച്ചേരും മമ്മി എന്ന് ഹാക്കിച്ചേരാൻ. അങ്ങനെയായിട്ട് അവനക്ക് ഷാക്കായിരുന്നു. അങ്ങനെ ഷാക്കായിട്ട് അങ്ങനെയായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അച്ഛേ പറഞ്ഞൊക്കെ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞു. മമ്മി എന്ത് പറ്റി, ആരടാ നീ എൻ്റെ മമ്മീനെ ഫോളോ ചെയ്യാതെ ഇംഗ്ലീഷിൽ ഒത്തിരി പറിച്ചു പറയാൻ തുടങ്ങി. വിചാരി നീ എൻ്റെ മമ്മിയാ, അതേ എൻ്റെ മമ്മി എന്ന് സ്വീറ്റി പറയണം. അതാ മണ്ട, അതാ അവളുടെ ബേബിയാണ് എന്ന് പറയണം. എന്താ ബേബിയാ എന്ന് പറഞ്ഞു. അവൻ കൺഫ്യൂസാണ്. അവനക്ക് മാരേജ് ആയത് അറിയാറില്ല. അവന് വേറെ നാട്ടിൽ അവന് പറഞ്ഞ ഫാമിലീസ് എല്ലാം വന്നതായിരുന്നു, ഇവിടേക്ക് സിറ്റായതായിരുന്നു. അതിനെക്കൊണ്ട് ഹീറോയ്ക്ക് മാരേജ് ആയ കാര്യം അറിയില്ല. ഇപ്പോൾ ബേബി ഉണ്ട് കാരണം ഷോക്കായിരുന്നു. അപ്പോൾ നിനക്ക് മാരേജ് ആയാന്ന് പറയാം. അതെ മാരേജ് ആയെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അത് മാത്രമല്ല ബാക്കി 3 കൂടി വന്നത് എസ്റ്റേറയുടെ. അതുകൊണ്ട് ഞാനായിട്ട് ഹീറോയി പറയുന്നത് കേട്ട ഷോക്കായിരുന്നു. അവർക്ക് പറയും 20 കിലോമീറ്ററോടെ ഹീറോയി കോളേജ് കളിക്കൽ വരുന്നത് അവർ കണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഷോക്കായി കയറുന്നു. അതെപ്പോടാ എന്ന് പറഞ്ഞ് ഹീറോയി ബേബിനെ എടുത്തുകൊണ്ട് വന്ന ബാ വയ്യാരി പോവാ പറഞ്ഞു മമ്മി കൂടെ പറഞ്ഞു പോയായിരുന്നു. അങ്ങനെ വെളിയിൽ വന്നായിരുന്നു. വെളിയിൽ വന്ന സ്കിമി എനിക്കൊക്കെ ആയിരുന്നു എന്ന് പറയാം തീർച്ചയാക്കാതെ പൊളന്നൊരടി വെച്ചായിരുന്നു വി. ഇതോടെ അവൻ ഷോക്കായിരുന്നു. എന്താണ് എൻ്റെ വൈഫ് ഇവിടെ എന്താ ചെയ്യുക എന്ന് കേൾക്കായിരുന്നു. സ്വീറ്റെല്ലാം ഷോക്കായിട്ട് നോക്കായിരുന്നു. വി